എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, BNA പറ്റിയാണ്. ഈ BNA പറ്റി പറയുമ്പോൾ ഇതിനൊരു റീസൺ ഉള്ളത്, ഈ അടുത്ത നാളിൽ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചു ആക്ച്വലി BNA എന്താണ്. കാരണം BNA പറ്റി ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിലൊന്ന് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലുള്ള കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പല ആളുകളും ഇന്ന് പരിചയപ്പെട്ട് നമുക്ക് അവരെ BNAയിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റി, അവർക്ക് ഒരുപാട് ബിസിനസ്സിൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വേറെ ചില ആളുകൾക്ക് ഇനിയും കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു സെക്കൻഡ് വേർഷൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ അടുത്ത നാളിൽ BNAയുടെ നാഷണൽ അവാർഡൊക്കെ വിൻ ചെയ്യാൻ പറ്റിയപ്പോൾ കുറേ ആളുകൾ വീണ്ടും ചോദിച്ചു, എന്തൊക്കെയാണ് ശരിക്കും ബെനിഫിറ്റ്സ്, നിങ്ങളുടെയൊക്കെ പോലുള്ള കൺസൾട്ടൻസിനൊക്കെയാണോ ഇതുകൊണ്ട് ബെനിഫിറ്റുള്ളൂ, എല്ലാ ടൈപ്പ് ബിസിനസ്സുകാർക്കും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരോടായിട്ട് പറയാൻ പോവാണ്, സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകാർ, കുറച്ച് നാളായി ബിസിനസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒരുപാട് നാളായി ബിസിനസ് ചെയ്ത് ഇനി അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നവർ, പാർട്ണർഷിപ്പ് ബിസിനസ്സുള്ളവർ, ഫ്രാഞ്ചൈസി ബിസിനസ്സുള്ളവർ, ഏത് തരത്തിലുള്ള ആളുകൾക്കും വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള 10-75ഓളം രാജ്യങ്ങളിലായിട്ട് ഒരു 4 ലക്ഷത്തോളം സംരംഭകരുള്ള ഒരു വലിയ കൂട്ടായ്മയാണ് ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ എന്നറിയപ്പെടുന്ന BNA. അപ്പോൾ ഈ BNAയിനെ നമുക്ക് വേറെ ചില രൂപത്തിലും വിശേഷിപ്പിക്കാം. കാരണം ഒരു ബിൽഡിംഗ് നെറ്റ്വർക്ക് ഇൻറ്റൻഷനലി എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക്, അതായത് ഇൻറ്റൻഷനലായിട്ട് തന്നെ നമ്മൾ ബോധപൂർവം തന്നെ ഒരാൾക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമാണ് BNA. മാത്രമല്ല, നമ്മുടെ ഒരു ബിസിനസ് ഗ്രോത്ത്, നമുക്ക് ഇതിലെ 3 വാക്കുകളെ ഇങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം. ഒന്ന്, ബിസിനസ് ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഏതൊരാളും, അതാണ് B. N ഫോർ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി, ഒരുപാട് ആളുകളുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരം. പിന്നെ I ഫോർ ഇൻക്രീസ് റെഫറൽസ്, നമുക്ക് റെഫറലുകൾ വഴി മറ്റുള്ളവർ നമ്മളെ കണക്ട് ചെയ്യുന്ന ബന്ധങ്ങൾ വഴി ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇവർക്കെല്ലാം ശക്തമായൊരു കൂട്ടായ്മയാണ് BNA എന്ന് പറയുന്നത്. ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും BNA ഉണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഒരു 1000-ലധികം സ്ഥലങ്ങളിലായിട്ട് തന്നെ ചാപ്റ്ററുകളായിട്ടൊക്കെ BNA ഉണ്ട്. ലോകത്ത് എമ്പാടുമുള്ള ഈ ഒരു വലിയ പ്ലാറ്റ്ഫോം നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് ഞാനൊരു 5 കാര്യങ്ങൾ വെച്ച് നിങ്ങളോടൊന്ന് വളരെ ഡെപ്തിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഈ 5 കാര്യങ്ങൾ BNA ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ഇനി വേറെ ആരെങ്കിലുമൊക്കെ BNA മെമ്പേഴ്സിന് തന്നെ മറ്റു പലരെയും BNA മീറ്റിങ്ങുകളിലേക്കൊക്കെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഈ 5 കാര്യങ്ങളൊന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഒന്ന്, റഫറൽ തന്നെയാണ്. ഈ റഫറൽ എന്നൊക്കെ പറയുമ്പോൾ ഇത് എത്രത്തോളം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നതെന്ന് അറിയില്ല. നമുക്ക് ഇങ്ങനെ ഒരു കാര്യം നോക്കാം. ആ റഫറൽ എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ ഇത് ഓരോ ലെറ്ററും വെച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. REFERRAL, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ 6 ഡിനോട്ട് ചെയ്യുന്നത് റിലേഷൻഷിപ്പാണ്, ബന്ധങ്ങൾ, അതിശക്തമായ ബന്ധങ്ങൾ ഉണ്ടാവാൻ. E ഫോർ എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ്, ബിസിനസ്സുകൾ കൈമാറുന്നതിന്. F ഫോർ ഫീഡ്ബാക്ക് ലൂപ്പ്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ നല്ല രീതിയിൽ ഉയരണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്കും സപ്പോർട്ടും. അടുത്ത E ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ഒരു ബിസിനസ്സുകാരന് ആവശ്യമുള്ള കാലാനുസൃതമായ അപ്ഡേഷൻ, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബിസിനസ് ബിൽഡർ പോലുള്ള BNA യൂണിവേഴ്സിറ്റിയുടെ സഹായം. റിസോഴ്സുകൾ, പല സംവിധാനങ്ങൾ, സപ്ലയറായിട്ട്, കസ്റ്റമറായിട്ട്, ഡിസ്ട്രിബ്യൂട്ടറായിട്ട്, അങ്ങനെ പല തരത്തിലാണ്, അല്ലെങ്കിൽ എംപ്ലോയീസിനെ കിട്ടാനുള്ള മാർഗം, അങ്ങനെ പല റിസോഴ്സുകൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള അവസരം. റെപ്യൂട്ടേഷൻ ബിൽഡിംഗ്, നല്ല വൈബ്രൻ്റായ ആളുകളുമായിട്ട് സംവേദിക്കുമ്പോൾ നമ്മുടെ റെപ്യൂട്ടേഷനിൽ ഉണ്ടാകുന്ന വളർച്ച. അക്കൗണ്ടബിലിറ്റി, നമ്മൾ കുറച്ചും കൂടെ ബിസിനസ്സിൽ ഉത്തരവാദിത്തബോധമുള്ളവരായി മാറാൻ സഹായിക്കുന്ന ഒരു വലിയ ഇക്കോസിസ്റ്റം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ദെൻ നല്ല ലീഡ്സ്, ബിസിനസ്സിന് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ് പ്രോസ്പെക്റ്റീവായിട്ടുള്ള ലീഡുകൾ, കസ്റ്റമേഴ്സ്, അതിന് ലഭിക്കാൻ. ഇങ്ങനെയാണ് റെഫറൽ എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് ഇവിടെ വർക്കൗട്ട് ആവുന്നത്. രണ്ടാമത്തെ കാര്യം നെറ്റ്വർക്ക് എന്നുള്ള വാക്ക് നമുക്കറിയാം, NETWORK. ഇതിൽ ഓരോ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഒന്ന്, നെറ്റ്വർക്കിംഗ് സ്കില്ല്, ഈ കൂടുതൽ ആളുകളെയൊക്കെ കണക്ട് ചെയ്യുമ്പോൾ, സംവേദിക്കുമ്പോൾ അവിടെ പോയി എങ്ങനെ സംസാരിക്കണം, ഏത് രൂപത്തിൽ പെരുമാറണം, അതിനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് BNA. എഡ്യൂക്കേഷണൽ റിസോഴ്സസ്, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നല്ല വാല്യുബിൾ ആയിട്ടുള്ള കോണ്ടൻറ്റ്, നമ്മുടെ ബിസിനസ്സിൽ പ്രൂവൺ ആയിട്ടുള്ള പല മെത്തഡോളജികളും ഉപയോഗിക്കാനുള്ള അവസരം. ട്രസ്റ്റ് ബിൽഡിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി, നമുക്ക് മറ്റുള്ളവരുടെ ഇടയിൽ വിശ്വാസയോഗ്യമായ ഒരു അവതരണ രീതി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്, കാരണം മൗത്ത് പബ്ലിസിറ്റി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രോത്തിനുള്ള പല ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത്, ഒരുപാട് അവസരങ്ങൾ BNAയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉപയോഗിക്കാം. കാരണം പലർക്കും ഒരു സംസ്ഥാനം വിട്ട് അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് ബിസിനസ് ചെയ്യാൻ, ഒരു രാജ്യം വിട്ട് അടുത്ത രാജ്യത്തേക്ക് പോകാൻ പല ബന്ധങ്ങൾ ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ. റെഫറൽ ജനറേഷൻ, ബിസിനസ്സിൽ ധാരാളം റെഫറലുകൾ, അങ്ങനെ റെഫറൽ പോയിൻറ്റുകളൊക്കെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. നോളജ് ഷെയറിങ്, പല ആളുകളും അവരുടെ അറിവും കഴിവും ബന്ധങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന അവസ്ഥ. ഇങ്ങനെയാണ് നെറ്റ്വർക്ക് ബിൽഡിംഗ് നടക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് ഗ്രോത്ത്.
ആ ഗ്രോത്തിലെ G എന്ന് പറയുന്നത് ഗ്രോത്ത് ഇൻ ബിസിനസ് തന്നെയാണ്. ബിസിനസ്സിലെ ഗ്രോത്ത് വലിയൊരു റെഫറൽ നെറ്റ്വർക്കാണ് 6 ഡിനോട്ട് ചെയ്യണത്. നേരത്തെ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റി ടു ലേൺ അവിടെയുണ്ട്. W ഫോർ വൈഡർ മാർക്കറ്റ് റീച്ച്, നമ്മുടെ മാർക്കറ്റ് റീച്ച് ഇനിയും വൈഡൻ ചെയ്ത് പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. T ഫോർ ട്രസ്റ്റ് ആൻഡ് ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. H ഫോർ ഹെൽപ്പിംഗ് ഈച്ച് അതേഴ്സ് സക്സീഡ്, പരസ്പരം ഗിവേഴ്സ് ഗെയിൻ എന്ന് പറയുന്ന ഫിലോസഫിയിലാണ് BNI വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് വിജയം നേടി മുന്നോട്ട് പോകാൻ സാധിക്കും. 4ാമത്തെ കാര്യം കണക്റ്റാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് കണക്ഷൻസ്. ഇവിടെ C ഫോർ കൊളാബറേഷൻസ്, ഒരുപാട് പേര് സഹകരിച്ച് പുതിയ പുതിയ വെഞ്ചേഴ്സ്, പുതിയ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്ന അവസരങ്ങളുണ്ട്. O ഫോർ ധാരാളം ഓപ്പർച്യൂണിറ്റീസ്, പല നെറ്റ്വർക്കിംഗ് ഇവൻറ്റുകൾ ഇതിൻ്റെ ഭാഗമാവാൻ സാധിക്കും നമുക്ക്. നേർച്ചറിങ് റിലേഷൻഷിപ്പാണ് അടുത്ത N, ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യുക. എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് E ഡിനോട്ട് ചെയ്യണത്. വലിയൊരു സൊസൈറ്റി, വലിയൊരു കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടാണ് C ഡിനോട്ട് ചെയ്യണത്. നമ്മളിലുള്ള ട്രസ്റ്റ് എലമെൻറ്റ് ഒരുപാട് ഡെവലപ്പ് ആവുന്നു, ട്രസ്റ്റ് ബിൽഡിംഗ് നടക്കുന്നതാണ് T ഡിനോട്ട് ചെയ്യണത്. ഇനി ഫൈനലി പറയാനുള്ളത് 5ാമത്തെ കോൺസെപ്റ്റ് പ്രോസ്പർ എന്നുള്ളതാണ്. പ്രോസ്പെരിറ്റി, നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ ഉന്നമനം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇവിടെ പ്രോസ്പെറിൽ P ഡിനോട്ട് ചെയ്യണത് പാർട്ട്ണർഷിപ്സാണ്. സഹകരിക്കാൻ പറ്റുന്ന ഒരുപാട് പാർട്ട്ണർഷിപ്പ് ഓപ്പർച്യൂണിറ്റി BNI നിന്ന് കിട്ടും. നമുക്ക് റെഫറൽ സിസ്റ്റത്തിൻ്റെ ബാക്കപ്പ് കിട്ടും. ഓപ്പർച്യൂണിറ്റി ഫോർ ഡെവലപ്മെൻറ്റ്, ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റി, അതെപ്പോഴും നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി ധാരാളമുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അങ്ങനെ കണക്ട് ചെയ്ത് പറയണത്. സപ്പോർട്ട് നെറ്റ്വർക്ക്, നമ്മളെ സഹായിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളുടെ ഒരു നെറ്റ്വർക്ക് നമുക്കൊരു സപ്പോർട്ടായിട്ട് എടുക്കാം. P ഫോർ പ്രൊഫഷണൽ ഗ്രോത്ത്, പ്രൊഫഷണലി ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങൾ, അത് നമ്മൾ ഓരോ ദിവസവും ഡെവലപ്പ് ചെയ്യുന്നൊരു ഇക്കോസിസ്റ്റയിലുണ്ട്. എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, നമ്മുടെ അറിവും കഴിവും വർദ്ധിപ്പിക്കാൻ. റവന്യൂ ഇൻക്രീസ്, ആത്യന്തികമായിട്ട് ഏതൊരാളുടെ ആഗ്രഹിക്കുന്ന കാര്യമാണ് വരുമാനം വർദ്ധിക്കുക എന്നുള്ളത്. അതിനുള്ള അവസരങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ ബിസിനസ്സുകാരനെ സഹായിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് BNI. എല്ലാം അവിടെയുണ്ട്. നമ്മൾ പോയി അത് കറക്റ്റായി വിനിയോഗിക്കുക എന്നുള്ളതാണ്. ആളുകളിൽ വ്യക്തിപരമായിട്ടും പ്രൊഫഷണലിയും ഓർഗനൈസേഷനിലെയും ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വലിയ ഇക്കോസിസ്റ്റമാണ് BNI എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബിസിനസ്സുകാരൻ BNIയുടെ ഭാഗമാകേണ്ടതുണ്ട്. അത് അവർക്ക് എങ്ങനെ വന്നാലും ഹെൽപ്ഫുള്ളാണ്. കാരണം ഒരു വർഷം ചിലപ്പോൾ 1-2 മാസം ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന് കൊടുക്കുന്ന സാലറിയാണ് നമ്മളൊരു BNIയുടെ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ എത്രയോ 10 മടങ്ങാണ് അതിൽ നിന്ന് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റികളും ബന്ധങ്ങളും അറിവും കഴിവും. ബിസിനസ്സിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 360 ഡിഗ്രി ചേഞ്ചുകൾ വരുത്തിയ ആളുകൾ ധാരാളം ഇതിലുണ്ട്. ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു 7 വർഷ കാലഘട്ടത്തിലെ എക്സ്പീരിയൻസാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും BNI പറ്റി കൂടുതൽ ഇൻസൈറ്റ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ബേസിക് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും BNIയുടെ ഭാഗമാവാൻ പരിശ്രമിക്കുക. എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കുക. താങ്ക് യു സോ മച്ച്.